ഹലോ, വെൽക്കം ബാക്ക് ടു madlychum. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിതാ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. വേറൊന്നുമല്ല, നാളെ ഞങ്ങൾക്ക് വീട്ടിൽ വെച്ചൊരു ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു ക്ലീനിങ് അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. നാളത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലോൻ്റെ ഏട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരി, പിന്നെ മോൻ്റെതും സെലൂൻ്റെതൊക്കെ കുറേ അലക്കാണ്ടായിരുന്നു. അതൊക്കെ അലക്കി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് വന്നിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അടിച്ചു വാരി പകുതി ആയപ്പോഴാണ് കേട്ടോ വ്ളോഗിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ വേഗം ഒന്നും നോക്കിയില്ല, പിന്നെ വേഗം ഫോണെടുത്ത് വ്ളോഗ് തുടങ്ങുക ചെയ്തത്. പിന്നെ അതാ ഈ കാണുന്ന ബൈക്കാണ് കേട്ടോ നാളത്തെ ഗിഫ്റ്റ്. പിന്നെ അതാ ഈ ഷോക്കേസൊക്കെ താഴെ ഫുള്ള് മിസ്സായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ടൈം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ അതാ ആദ്യം തന്നെ ഉപ്പച്ചിൻ്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്ന് വിരിച്ച് ഇതൊക്കെ മടക്കി ഇവിടെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ്. പിന്നെ അതാ ഈ റൂമിൻ്റെ കോലം പിന്നെ പറയണ്ട, അങ്ങ് എത്തിക്കണം കേട്ടോ. ഫുള്ള് മിസ്സായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം. അവസാനം അതാ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇനിയും കുറേ പണിയുണ്ട്. അത് വേറൊരു ദിവസം എടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഒഴിഞ്ഞിരുന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട്. പിന്നെ അതാ അടുത്ത റൂം ഞാനിതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ വലിയ പണിയൊന്നുമില്ല. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് പില്ലൊക്കെ ഒന്ന് വെച്ച് ഇതൊക്കെ ഒന്ന് മടക്കി ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വാരിയിട്ടുള്ളൂ. ഇനി ഇതാ ഈ റൂമിലാണ് ഒരു അംഗ നടക്കാനുള്ളത്. ഇവിടെയാണ് കുറേ പണികളുള്ളത് കേട്ടോ. ഇതാണ് ഞങ്ങളെ റൂം. ഇതിൻ്റെ പകുതി വരെ ഉള്ളൂ കേട്ടോ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ. ഇനി അതിൻ്റെ മേലക്കും കുറേ അടിക്കാണ്ട്. ഇപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ടും പിന്നെ അതിൻ്റെ ഇടയിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ വിട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതാ അങ്ങനെ തുടങ്ങി പണികളൊക്കെ ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന്. ആദ്യം അവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടാ വിചാരിച്ചിട്ട് കുറേ മാറാല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി. അത് കഴിഞ്ഞിട്ട് ബെഡിൻ്റെ അടിയിൽ വിരിക്കുന്ന പ്ലാസ്റ്റിക് ഇട്ടോ, ബെഡിൻ്റെ മേലെ വിരിക്കുന്ന കുട്ടി മൂത്രം ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിരിക്കുന്ന പ്ലാസ്റ്റിക് അതൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ വിരിക്കാണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതാ പുതപ്പൊക്കെ മടക്കി വെക്കാണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ച്. അതിൻ്റെ മുമ്പ് ഞാൻ കുട്ടീൻ്റെ അലമാര ഒന്ന് അതിൻ്റെ ഡ്രസ്സുകൾ കുറച്ച് ഒഴിവാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഡ്രസ്സുകളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയൊക്കെ ഒന്ന് അലമാരൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്ര ടൈം ലാഗ് ചെയ്തത്. കാരണം ഞാനത് തുടങ്ങിയപ്പോൾ ഒരു 7:30-8 മണിക്ക് അടിച്ച് വരാൻ തുടങ്ങിയതാണ്. പക്ഷേ ഒരു 11 മണിയായിട്ടും കഴിയുന്നിട്ടില്ല കേട്ടോ. കുറേ അലമാര മടക്കി വെക്കാനും തുണികൾ കുറേ മടക്കി വെക്കാനും അതൊക്കെ ഉണ്ടായതുകൊണ്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ. അവസാനം ഞാനിതാ ഈ റൂം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടീൻ്റെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ച് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അലമാരയും ബെഡും റൂമൊക്കെ കാണുമ്പോൾ തന്നെ കുറച്ചൊരു നീറ്റായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ കുറച്ചും കൂടി നീറ്റാവണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വൈറ്റ് സ്റ്റിക്കറും അത് ഞാൻ ആദ്യം ഒരു ആർട്ട് ചെയ്തിരുന്നിട്ട് അവിടെ, പിന്നെ അതൊക്കെ പറിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ ആയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചൊന്ന് സെറ്റാക്കി പിന്നെ ബാക്കി പെയിൻറ്റ് ആ പിക്ചർ വരച്ചതിൽ ബാക്കി പെയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞാലൊന്ന് ഒന്നും കൂടി സെറ്റ് ആവുള്ളൂ. അതൊക്കെ ഇനി പണികൾ ബാക്കിയുണ്ട്. അങ്ങനെ എല്ലാ റൂമുകളൊക്കെ അടിച്ചു കഴിഞ്ഞ് സിറ്റ് ഔട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം നേരെ ഹാളിലേക്ക് എത്തിക്കണം കേട്ടോ. അപ്പോൾ അവിടെ അടിച്ചു വരും കൊണ്ട് നിൽക്കുകയാണ്. കുറേ കച്ചറ കണ്ടില്ല, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയില്ല കുറേ വേസ്റ്റ് ഉള്ളത്. ഞാൻ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ കൂടെ നാത്തൂൻ്റെ മോൻ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വർത്തമാനം പറയുന്നുണ്ട്, അതേപോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ കോരി ചൂല് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുന്നതിനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എൻ്റെ ഇടയിൽ കൂടെ തന്നെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം അടിച്ചു വാരി കഴിയാനായിക്കണം കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഡൈനിങ് റൂമും കൂടെ ഉണ്ട് കേട്ടോ ഒന്ന് അടിച്ചു വരാൻ. അങ്ങനെ അടിച്ചു വാരി ഡൈനിങ് റൂമിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് മെസ്സായി കിടക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ അവിടെ വലിച്ചിട്ട് ഇവിടെ വലിച്ചിട്ടിട്ടൊക്കെ ഫുള്ള് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെയുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. ഇവിടെ നിന്നൊക്കെ എടുത്തുകൊടുന്ന കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ തിരിച്ച് അതേപോലെ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. പിന്നെ ഡൈനിങ് റൂമിലാണ് കേട്ടോ ഞങ്ങൾ കുട്ടീനെ കിടത്താറ്.
അവിടെയാണ് തൊട്ടി കെട്ടിയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റും കുട്ടി കരയുണ്ടോ ഇല്ലയെന്ന്. അതേപോലെ ഞങ്ങൾക്ക് അതാട്ടോ എളുപ്പം. അപ്പോൾ ഞങ്ങൾ അവിടെയാട്ടോ കുട്ടീനെ കിടത്താറ്. പണി അതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള ഉമ്മ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചി അടുക്കള മൊത്തം ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ അവിടെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഇനി ഇവിടെയും കൂടി ഉള്ളൂ പണി. അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിതാ മാറാലൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ അടിച്ചു വരാൻ തുടങ്ങി കേട്ടോ. ആദ്യം എല്ലായിടത്തും ഒന്ന് തട്ടാണ്, കുറേ തട്ടാണ്ട്. അങ്ങനെ ഇതാ തട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അടിച്ചു വരാൻ തുടങ്ങി കേട്ടോ. എടുത്തത് പിന്നെ വേഗം കഴിയും. അങ്ങനെ അത് അടിച്ചു വരിങ്ങോണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടുത്തെ പണിയൊക്കെ കഴിയാനായി. ഇനി നമുക്ക് തുടക്കാനാട്ടോ ഉള്ളത്. അങ്ങനെ ഇതാ ഫുള്ള് അടിച്ചു വാരി കഴിഞ്ഞ് ഇതാ ഫുള്ള് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് തുടക്കാനാട്ടോ. അപ്പം നമുക്ക് വേഗം പോയി തുടച്ചിട്ട് വരാം. അതിൻ്റെ ഇടയിൽ ഇതാ കിച്ചണിൻ്റെ വർക്ക് ഫുള്ള് ഉമ്മച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. പാത്രം കഴുകലും അടിച്ചു വാരലും അതേപോലെ ചോറ് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പണികളൊക്കെ ഉമ്മച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ തുടക്കാണ്ട്, അത് ഞാൻ മൊത്തത്തിൽ എല്ലാം തുടക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തുടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ തുടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകുക കേട്ടോ. ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടൊന്ന് ചായ കുടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഇത് ഞാൻ ക്ലീനിങ് വീഡിയോ ആയിട്ടല്ല എടുത്തിരുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അതാ ഉമ്മ കുട്ടീനെ കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ തുടക്കാൻ തുടങ്ങി കേട്ടോ. തുടക്കലും കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. അപ്പോൾ അതും കൂടി തീർത്തിട്ട് വേണം മോനക്ക് ഫുഡ് കൊടുത്തിട്ട് അവനെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അപ്പോൾ അതാണ് ഇനി ലാസ്റ്റത്തെ പണി. അങ്ങനെ ഇതാ റൂമുകളൊക്കെ തുടച്ചിട്ട് ആദ്യം 4 റൂമൊക്കെ തുടച്ച് അത് കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ട്, പിന്നെ ഹാള്, പിന്നെ അങ്ങനെ ഡൈനിങ് റൂം, അങ്ങനെ ഇട്ട വരൽ തുടച്ചിട്ട് അതങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ അങ്ങനെ ചളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം ഞാനും ഉമ്മയും പിന്നെ സെയിലും എല്ലാം ഉള്ളൂ. മോന് പിന്നെ ഇങ്ങനെ നിലത്തിറങ്ങി ചളിയാക്കണം അങ്ങനത്തെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ നാത്തൂൻ്റെ മക്കൾ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ മക്കൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ എന്നും തുടക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 ദിവസമൊക്കെ കൂടുമ്പോൾ തുടച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ഇതാ തുടച്ച് ഡൈനിങ് റൂം എത്തിയിട്ടോ. ഇതിൻ്റെ ഇടയിൽ മോനെ എണീറ്റിട്ടോ. ഇതാ ഉമ്മാൻ്റെ കയ്യിലുണ്ട്, ഉമ്മ എടുത്തുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ വേഗം എൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേഗം അവനെടുക്കാൻ. ഉമ്മ അതാ അവനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ പണി എടുക്കുന്നുണ്ട്. അവനക്ക് ഫുഡ് കൊടുക്കാണ്ട്, അവനെ കുളിപ്പിക്കാണ്ട്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ അടുക്കള തുടക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി കേട്ടോ. കാരണം മോൻ നല്ല കരച്ചിലായതുകൊണ്ട് വേഗം അവനെങ്ങനെയെങ്കിലും എടുക്കാനുള്ള പണി വേഗം തീർക്കുകയായിരുന്നു. അപ്പോൾ അതാ പണികളൊക്കെ വേഗം തീർത്ത് അവനങ്ങനെ എടുത്ത് അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. എന്താ ഫാൻ ഇങ്ങനെ കറങ്ങണ കണ്ടിട്ട് അത് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതാ മൊത്തത്തിലുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒരിതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നാളത്തെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്ലീനിങ് ഒക്കെ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.